നമസ്കാരം. ശശി തരൂർ എം പിയുടെ സമീപകാല നിലപാടുകൾ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ കൂടുതൽ തലവേദന സൃഷ്ടിച്ചിരിക്കുകയാണ്. പാർട്ടിയോട് ആലോചിക്കാതെ കേന്ദ്ര സർക്കാരിൻ്റെ താൽപ്പര്യപ്രകാരം ശശി തരൂർ രാഷ്ട്ര നയതന്ത്ര ദൗത്യത്തിന് പുറപ്പെട്ടതു മുതൽ കോൺഗ്രസ് നേതൃത്വത്തിന് കടുത്ത അതൃപ്തി ഉണ്ടായിരിക്കുകയാണ്. അതിനുശേഷം ഇത് ഹിന്ദു ദിനപത്രത്തിൽ ലേഖനത്തിൽ കേന്ദ്ര സർക്കാരിനെയും മോദിയെയും തരൂർ പ്രശംസിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വലിയ പിന്തുണ ആവശ്യമുണ്ടെന്നും ഓപ്പറേഷൻ സിന്ദൂർ കൃത്യ സന്ദേശമായിരുന്നും ഐക്യരാഷ്ട്രവേദിയിൽ ഉയർന്നത് ഐക്യത്തിൻ്റെ സന്ദേശമാണെന്നാണ് തരൂരിൻ്റെ ലേഖനത്തിൽ പറയുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് ദിനം തന്നെ കോൺഗ്രസിനെതിരെ സർജിക്കൽ സ്ട്രൈക്കുമായിട്ടാണ് ശശി തരൂർ എത്തിയത്. നിലമ്പൂരിലേക്ക് എന്നെ ക്ഷണിച്ചില്ലെന്നും തൻ്റെ ആവശ്യം അവിടെ വേണ്ടില്ലെന്ന് കരുതിയെന്നും തരൂർ മാധ്യമങ്ങൾക്ക് മുമ്പിൽ തുറന്നു പറഞ്ഞു. ശശി തരൂരിൻ്റെ സമീപകാല നിലപാടുകളിൽ അനിഷ്ടം പരസ്യമാക്കിക്കൊണ്ട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ പ്രതികരണം. കോൺഗ്രസിന് രാജ്യമാണ് പ്രധാനം, ചിലരാകട്ടെ ആദ്യം മോദി പിന്നെ രാജ്യം എന്ന മട്ടിലാണ്. തരൂരിൻ്റെ മോദി സ്ഥിതിയെക്കുറിച്ച് ചോദ്യത്തിന് മറുപടിയായി ഖാർഗെ ഇങ്ങനെയാണ് പറഞ്ഞത്. തരൂരിനെതിരെ നടപടിയെടുക്കാൻ ഭയമുണ്ടോ എന്ന ചോദ്യത്തിന് കോൺഗ്രസ് എന്തിനു ഭയക്കണം എന്നായിരുന്നു മറുപടി. അഭിപ്രായ സ്വാതന്ത്ര്യം നിയന്ത്രിക്കാൻ പാർട്ടി ഉദ്ദേശിക്കുന്നില്ല. രാജ്യത്തെ സംരക്ഷിക്കുന്ന കാര്യത്തിലാണ് കോൺഗ്രസിൻ്റെ ആലോചന. തരൂരിൻ്റെ ഇംഗ്ലീഷ് മികച്ചതാണ്, അതുകൊണ്ട് അദ്ദേഹം പ്രവർത്തന സമിതി അംഗമായിരിക്കുന്നത് എന്നതാണ് മോദി സ്ഥിതിയെക്കുറിച്ച് തരൂരിൻ്റെ ലേഖനത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ പരിഹാസ രൂപേണയുള്ള മറുപടി. പാർട്ടിയുടെ രാഷ്ട്രീയ ആശയങ്ങൾക്കനുസരിച്ച് നേതാക്കൾ സംസാരിക്കണമെന്നാണ് സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള KC വേണുഗോപാൽ പ്രതികരിച്ചത്. അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അത് പറയാൻ വേദിയുണ്ട്, ഇക്കാര്യങ്ങൾ സ്വയം തീരുമാനിക്കേണ്ടതാണെന്നും അദ്ദേഹം പറഞ്ഞു. തരൂരിന് അമിത പ്രാധാന്യം നൽകേണ്ടെന്ന നിലപാടിലാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ്. ഇതിന് പിന്നാലെയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ മറുപടിയായിട്ട് തരൂരിൻ്റെ പോസ്റ്റ് വരുന്നത്. പറക്കാൻ അനുമതി ചോദിക്കേണ്ടതില്ല, ചിറകുകൾ നിങ്ങളുടേതാണ്, ആകാശം ആരുടെയും സ്വന്തമല്ല. ചില്ലയിലിരിക്കുന്ന ഒരു പക്ഷിയുടെ ചിത്രവുമായിട്ടാണ് തരൂരിൻ്റെ പോസ്റ്റ്. കൃത്യമായിട്ടും തരൂരിൻ്റെ ഇത്തരത്തിലുള്ള നിലപാടുകൾ കോൺഗ്രസ് പാർട്ടിയെ എങ്ങനെ പ്രതിസന്ധിയിലാക്കും, അതോ തരൂർ BJPയിലേക്കുള്ള പോക്കിൻ്റെ ഒരു മുന്നൊരുക്കം മാത്രമാണോ ഇതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതായിട്ടുണ്ട്.